കാസർകോട്ടെ എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് ആശ്രയമാകുന്ന ക്രിട്ടിക്കൽ കെയർ ആശുപത്രിയുടെ നിർമ്മാണം പുരോഗമിക്കുന്നു. കോവിഡ് കാലത്ത് ടാറ്റ ആശുപത്രി പ്രവർത്തിച്ചിരുന്ന ചട്ടഞ്ചാലിലാണ് 30 കോടി രൂപ ചെലവിൽ ആശുപത്രി നിർമ്മിക്കുന്നത്. കഴിഞ്ഞ മാസം 2-ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് തറക്കല്ലിട്ടതോടെ തുടക്കമായ നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുകയാണ്. ടാറ്റ ആശുപത്രിയുടെ കണ്ടെയ്നറുകളാണ് നീക്കം ചെയ്യുന്നത്. ഒരു മാസത്തിലധികമായിട്ടും 4 കണ്ടെയ്നറുകളെ പൊളിച്ചു മാറ്റിയിട്ടുള്ളൂ. ഹൃദയാഘാതം, സ്ട്രോക്ക്, മസ്തിഷ്ക രോഗങ്ങൾ, ക്യാൻസർ, ഗുരുതരാവസ്ഥയിലുള്ള ഗർഭിണികൾ തുടങ്ങിയ രോഗികൾക്ക് ക്രിട്ടിക്കൽ കെയർ ആശുപത്രി അനുഗ്രഹമാകും. ആശുപത്രി യാഥാർത്ഥ്യമാകുന്നതോടെ എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് ആജീവനാന്തം വൈദ്യസഹായം ലഭ്യമാകുമെന്ന് CH കുഞ്ഞമ്പു MLA പറഞ്ഞു. ഈ 30 കോടി രൂപ ചെലവിൽ അവിടെ 50 കിടക്കകളോട് കൂടിയ ഒരു നല്ല മനോഹരമായ ആധുനിക സൗകര്യത്തോടു കൂടിയ കെട്ടിടം. ആ കെട്ടിടത്തിൽ എല്ലാ സൗകര്യങ്ങളും, സ്കാനിംഗ് ഉൾപ്പെടെ MRI ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങളുണ്ട്. അങ്ങനെയുള്ള സംവിധാനത്തോടു കൂടിയ ഒരു അതിനൂതനവും ആധുനികവുമായ ഒരു ആശുപത്രി, സർക്കാർ ആശുപത്രി ചട്ടഞ്ചാൽ എന്ന പേരിലാണ് വരുന്നത്. എൻഡോസൾഫാൻ രോഗികൾക്ക് കൂടി സഹായകരമാണ്. ജില്ലയിലെ എൻഡോസൾഫാൻ രോഗികൾ ഇന്ന് ജില്ലയിലെ ആശുപത്രി, സ്വകാര്യ ആശുപത്രി, മംഗലാപുരം ആശുപത്രിയാണ് ആശ്രയിക്കുന്നത്. പക്ഷേ അതിൽ ഒരു പരിധിവരെയുള്ള ചികിത്സ കൊടുക്കട്ടെ. ജില്ലയുടെ എല്ലാ ഭാഗത്തു നിന്നും വേഗത്തിൽ എത്തിച്ചേരാവുന്ന സ്ഥലത്താണ് ആശുപത്രി നിർമ്മിക്കുന്നത്. നിലവിൽ കാസർഗോഡ് ജനറൽ ആശുപത്രി, കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രി എന്നിവിടങ്ങളിലാണ് എൻഡോസൾഫാൻ ദുരിതബാധിതർ ജില്ലയിൽ ചികിത്സ തേടുന്നത്. എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് ആശ്രയമാകുന്ന ആശുപത്രി കെട്ടിടമാണ് നിർമ്മിക്കുന്നത്. എന്നാൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേഗം പോരാ എന്നാണ് പരാതി. കാസർഗോഡ് നിന്ന് രജീഷ് കരുവള്ളൂരിനൊപ്പം സമീർ സി മുഹമ്മദ്, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.